ഭബ്ബബ്ബ ഭയ ഭക്തി ബഹുമാനം 2025 ദിലീപിൻ്റെ രണ്ടാമത്തെ കമ്പാക്ക്. തേങ്ങ കൊലയാണ്. നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് ടാഗ്ലൈൻ കൊടുത്താൽ എന്തായാലും നന്നായി. പക്ഷേ ഈ ലോജിക്കില്ലായ്മക്കും ചെറിയൊരു ലോജിക്കലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു ബിലോ ആവറേജ് ഫ്ലൂക്ക്. അതാണ് ബബ്ബബ്ബ. ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കുക, അത്ര തന്നെ. നല്ല ആളും ബഹളമുള്ള തിയേറ്റർ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു വൈബ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ പടത്തിൽ നല്ലതെന്ന് തോന്നിയാൽ വളരെ കുറച്ച് കാര്യം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം സത്യം പറ ലാലേട്ടൻ തന്നെയാണ്. കുറച്ചധികം സമയം ലാലേട്ടനുണ്ട്, അത് ഭയങ്കര സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ പിന്നിൽ നല്ലത് തോന്നിയ വേറൊരു കാര്യം ആ സോങ്ങാണ്. ആ അഴിഞ്ഞാട്ടെന്നാണ് സോങ്. ആ പാട്ട് യൂട്യൂബിൽ വന്നേരം 10 പൈസക്ക് കൊള്ളൂലാന്ന് ഞാൻ വിചാരിച്ചിന്. ഞാൻ മാത്രമല്ല, കേട്ടവരെല്ലാവരും അഭിപ്രായം ഏകദേശം ഇത് തന്നെയായിരുന്നു. പക്ഷേ തിയേറ്ററിൽ ഇറ്റ് വാസ് ആക്ച്വലി ഗുഡ്. ടീപ്പ് റേറ്റ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഫുള്ള് നെഗറ്റീവ് എക്സ്പെക്ടേഷനിൽ പോയോണ്ടാന്ന് തോന്നുന്നു. എനിക്ക് അത്യാവശ്യം ആ പാട്ട് ഇഷ്ടപ്പെട്ടിന്. പാട്ട് മാത്രമല്ല, ഡാൻസും അത്യാവശ്യം നല്ല കൊറിയോഗ്രാഫി തന്നെയാണ്. ആകെ മൊത്തത്തിൽ ഇപ്പം ഒരു കഥ, അങ്ങനെ ഒരു കഥയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ലോജിക്ക് ഇല്ല എന്നാണെങ്കിൽ ഒരു കഥ വേണ്ടേ? ഒന്നുമില്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാർ എന്ന് പറഞ്ഞ പോലെ പാടം ഇങ്ങനെ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ പോകുന്നു. കുറേ ക്യാരക്ടേഴ്സ് വരുന്നു, നമുക്ക് കാണാൻ ഇഷ്ടമില്ല. കുറേ ആൾ വരുന്നുണ്ട്. ലാലേട്ടനൊക്കെ വരുമ്പോൾ കൈയടിക്കുന്നു, പരിപാടി കഴിയുന്നു, പോകുന്നു. ഒരു ഫുൾ എനർജറ്റിക് പടാന്ന് ഇവർ പറഞ്ഞിട്ട് ഇറക്കി. പടം കഴിയുമ്പോൾ നമുക്കങ്ങനെ തോന്നണ്ടേ? എന്തായാലും ഇതാണ് പടത്തിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറയാം. അപ്പോൾ ബൈ.